നമസ്കാരം. പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പൊതുവെ ജ്യോതിഷ വിഷയങ്ങൾ വീഡിയോ രൂപത്തെങ്കിൽ അവതരിപ്പിക്കണമെന്നാണ് ആഗ്രഹം. പരമാവധി ശ്രമിക്കണം എന്നുണ്ട്. സമയത്തിൻ്റെ സാങ്കേതികത്വവും ഇത് തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് പരമാവധി ടെസ്റ്റ് രൂപത്തിലാണ് അറിയുന്ന വിവരങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കാറ്. ഇവിടെയും അങ്ങനെയാണ് പൊതുവെ ചെയ്തു തരാറ്. പെരിഗമന ജ്യോതിഷാലയത്തിൻ്റെ ഗ്രൂപ്പിലും സയൻറ്റിഫിക് ജ്യോതിഷം എന്നുള്ള വേറൊരു പേജിലൊക്കെയാണ് വരാറ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും വരാറ്. ഇന്നും ഒരു വിഷയവുമായിട്ടാണ് വന്നത്. വിഷയം വേറൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിലുള്ള എടുത്തു പറയാവുന്ന ചില വിഷയങ്ങളിൽ ഒന്നാണ് ഭാഗ്യം. കുറച്ചും കൂടി ജ്യോതിഷ ഭാഷയിൽ പറഞ്ഞാൽ ഭാഗ്യയോഗം. കുറച്ചും കൂടി ആധികാരിക അതിൻ്റെ തലത്തിൽ ചിന്തിച്ചാൽ നമ്മളതിനെ ദൈവാധീനം എന്ന് കുറച്ചും കൂടി ഭംഗി വാക്കിൽ പറയാറുണ്ട്. ഈ ദൈവാധീനവും ഭാഗ്യയോഗവും ഭാഗ്യവും ഒന്നാണോ? ആ ഒന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ അനുഭവങ്ങളും വന്ന് ഭവിക്കുമോ? ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ്റെ ചിന്തകളും വിശ്വാസങ്ങളും. എന്നാൽ സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന പല രാശി പ്രമാണങ്ങളും പറയുന്ന പ്രകാരം അല്ലെങ്കിൽ ചിന്തിക്കുന്നതും പൊതുവെ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഈ വിഷയത്തിൽ ഭാഗ്യത്തെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഭാഗ്യയോഗത്തെക്കുറിച്ചൊക്കെ ഓരോ രാശികളിൽ വരുന്ന ഭാഗ്യത്തെക്കുറിച്ചിട്ടും രാജയോഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഘോരഘോര പറയാറുണ്ടെങ്കിലും ഈ ഭാഗ്യവും ഭാഗ്യയോഗവും ദൈവാധീനവും രാശിയും അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും അത് വിശദീകരിക്കണം. അതിന് സമാന ഉദാഹരണ അനുഭവ പശ്ചാത്തലം കൂടി വന്നതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു വീഡിയോക്ക് തയ്യാറായത്. പ്രധാനമായിട്ട് ഈ ഭാഗ്യം തന്നെ ചിന്തിക്കാം. നമുക്ക് ഭാഗ്യം എന്നൊരു അവസ്ഥയാണ്, ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ അത് ഭാഗ്യയോഗവും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് ഭാഗ്യഫലസിദ്ധി ലഭിക്കുള്ളൂ. ഭാഗ്യഫലസിദ്ധി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആലോചിച്ചറിയാം, പല ആളുകൾക്കും പല ഭാഗ്യങ്ങളും ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്രത്യക്ഷത്തിലുള്ളത് ഭാഗ്യക്കുറി അല്ലെങ്കിൽ ലക്കി ഡ്രോ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. 40 രൂപയുടെയോ 50 രൂപയുടെയൊക്കെ ടിക്കറ്റ് നമ്മൾ വാങ്ങി 50 രൂപയ്ക്ക് മുകളിലുള്ള ഏത് സമ്മാനം അടിച്ചാലും ഭാഗ്യമാണ്. പക്ഷെ അതിനെയും നമ്മൾ ഭാഗ്യം എന്നുള്ള തലത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. മറിച്ച് ഭാഗ്യം പൂർണ്ണമായ അനുഭവ പശ്ചാത്തലത്തിൽ നമ്മൾ എത്തുന്നതിൽ ഒന്നാം സമ്മാനം അടിക്കുന്ന ആളുടെ കണക്കും കൂടി എടുക്കുമ്പോഴാണ്. ഒന്നാം സമ്മാനം അടിക്കുന്ന ഭാഗ്യശാലിക്ക് 1 കോടിയാണ് ലഭിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഏറ്റവും അവസാനത്തെ സമ്മാനം ലഭിക്കുന്ന 500 രൂപ അടിക്കുന്ന ഒരുപാട് സമ്മാന അർഹരുണ്ടാവും. ആ നറുക്കെടുത്ത ഭാഗ്യശാലികളെയും നമ്മൾ വിളിക്കുന്നത് ഇന്നത്തെ ഭാഗ്യശാലികൾ എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഭാഗ്യത്തിൽ തന്നെ വ്യത്യസ്ത വേരിയേഷൻ ഇല്ലേ, വ്യത്യസ്ത തലമില്ലേ ഭാഗ്യത്തിൽ? അപ്പോൾ ഭാഗ്യം എന്നുള്ളൊരു വാക്ക് പൂർണ്ണമായിട്ടും ലക്ഷങ്ങളെന്നോ ഭാഗ്യങ്ങളോ കോടികളെന്നോ ഒന്നാം സമ്മാനമെന്നോ എന്നർത്ഥമില്ല. കാരണം ഒന്നാം സമ്മാനം അടിക്കുന്ന വ്യക്തിയുടെ ഭാഗ്യത്തിൻ്റെയോ ഭാഗ്യയോഗത്തിൻ്റെയോ ദൈവാധീനത്തിൻ്റെ തോതാണ് അദ്ദേഹത്തെ ഒന്നാം സമ്മാനം ആക്കിയിരിക്കുന്നത്. നമ്മൾ 10 അടിച്ചു കഴിഞ്ഞാൽ 10ൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് 100 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗ്യത്തിൻ്റെ അളവേ ലഭിച്ചിട്ടുള്ളൂ എന്നല്ലേ നമ്മൾ പറയുക. നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് പറയും. അപ്പോൾ ഭാഗ്യത്തിലും തോത് വ്യത്യാസം കാണിക്കുന്നു. ഇത് മൂന്നും കണക്റ്റഡ് ആണെന്നുള്ളത്, ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു വ്യക്തി ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ച വ്യക്തിയുടെ അടുത്തുള്ള 2 നമ്പറുടെ ഭാഗ്യശാലികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അവർക്ക് സമ്മാനം അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് അന്നത്തെ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരൊറ്റ നമ്പറിൻ്റെ മുന്നിലും പിന്നിലുമായിട്ടുള്ള സംഖ്യാ വ്യത്യാസത്തിൽ അവരുടെ സമ്മാനം നഷ്ടപ്പെട്ടു ഇല്ലേ. ഇതൊന്നും അല്ലാത്ത ആൾക്ക് 500 രൂപയും ലഭിച്ചു.
അപ്പോൾ ഒന്നും ലഭിക്കാത്ത ഈ തൊട്ട് അടുകിയിലെത്തിയിരിക്കുന്ന വ്യക്തിയെയും, അപ്പോൾ ഓട്ടോ മത്സരത്തെ പോലെ തൊട്ട് രണ്ടാമതിരിക്കുന്നവർക്ക് രണ്ടാമത് സമ്മാനം അല്ലല്ലോ കൊടുക്കുന്നത്. അടുത്ത നറുക്കെടുക്കുന്ന വ്യക്തിക്കാണ്, എവിടെയോ ഇരിക്കുന്ന സംഖ്യക്കാണ് രണ്ടാം സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ അത് വേറൊരു ഭാഗ്യയോഗം. അപ്പോൾ ഈ ഭാഗ്യയോഗത്തിൻ്റെ വസ്തുത എങ്ങനെയാണ്? ഇപ്പോൾ ഭാഗ്യം നമ്മൾ പറഞ്ഞു, സാധാരണ ലോട്ടറി അടിച്ചാൽ അടിച്ചു എന്നുള്ളത് ഭാഗ്യം. രണ്ടാമത്തെ അതിൻ്റെ തോത് വർദ്ധിക്കുന്നതാണ്. തോതിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഒന്നാം സമ്മാനം അടിക്കുന്ന വ്യക്തി, അതായത് 100ാം സമ്മാനം അടിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ദൈവാധീന രാശി ഭാഗ്യയോഗം, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഈ സാധാരണ ഭാഗ്യക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നത്. ഈ ഭാഗ്യയോഗം എന്ന് പറയുന്നത് ഭാഗ്യത്തിൽ തന്നെ പലതരത്തിലുള്ള ഇതുണ്ട്. ഇപ്പോൾ ജ്യോതിഷ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മുൻപുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ രാജയോഗത്തെക്കുറിച്ചും ഭാഗ്യയോഗത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് തകർത്തടിക്കുന്നുണ്ടായിരുന്നു. ചില രാശികളുടെ സാന്നിധ്യം, ബുധാദിത്യ, ശുക്രാദിത്യ, വ്യാഴത്തിൻ്റെ സംയോഗം, ഇങ്ങനെയുള്ള സംയോഗങ്ങളും സംക്രമങ്ങളും കൊണ്ടുണ്ടാകുന്ന ഭാഗ്യങ്ങളും ഗുണങ്ങളും അത് എത്ര കണ്ട് നമ്മളിൽ ഫലിക്കുന്നു എന്നുള്ളതൊരു ഘടകമല്ലേ. ആ ഭാഗ്യം അവിടെ സാധിക്കും, അത് ശരി തന്നെയാണ്. പക്ഷെ അത് നമ്മൾക്ക് എങ്ങനെ എത്രത്തോളം സാധിക്കും, എത്രത്തോളം നമ്മളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് ആ ഇടവരാശിയിൽ അല്ലെങ്കിൽ മിഥുന രാശിയിൽ, കന്നിരാശിയിലോ മകരരാശിയിലോ ഒക്കെ ജനിച്ചിരിക്കുന്നവർക്ക്, ആ ജനിച്ചിരിക്കുന്ന വ്യക്തികൾ പർട്ടിക്കുലർ ആ വ്യക്തിയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എത്രത്തോളം ആ ഭാഗ്യയോഗം ലഭിക്കുന്നുവോ ആ ഭാഗ്യം ലഭിക്കുന്ന യോഗം കൂടി കണക്കിലെടുത്താലേ ഈ സാധാരണഗതിയിലുള്ള ഭാഗ്യത്തെ നമുക്കതിനെ പുഷ്ടിപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതായത് ഈ 100 അടിക്കേണ്ട അല്ലെങ്കിൽ 500 അടിക്കേണ്ട ഭാഗ്യശാലിക്ക് ആ 500ന് പകരം 1 കോടി അടിക്കേണ്ട ഫലല്ലേ അവിടെ നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഭാഗ്യക്കുറി അടിച്ച ആൾ പറയും, അയ്യോ 100 അടിച്ചിട്ട് ആ ഭാഗ്യം പോയി എന്നാണ് പറയുക, അല്ലെങ്കിൽ 500 അടിച്ചിട്ട് ഭാഗ്യം നഷ്ടപ്പെട്ടു. അതായത് അതിൻ്റെ തത്തുല്യത്തിലുള്ള ഫലപ്രാപ്തി ലഭിക്കാത്തത് കൊണ്ടും, പക്ഷേ ആ അവസരം നഷ്ടപ്പെടുകയും ചെയ്തു, ഭാഗ്യം നമുക്ക് വേണ്ട വിധം ലഭിച്ചിട്ടുമില്ല. അപ്പോൾ അവസരത്തിനനുസരിച്ചിട്ടുള്ള ഭാഗ്യയോഗങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഗ്രഹസ്ഥിതി, ഗ്രഹയോഗം, അതായത് ഭാഗ്യയോഗം കൂടി ബലവാനായിട്ട് ഇരിക്കണം. ഈ ഭാഗ്യയോഗം ബലവാനായിട്ടിരിക്കുന്ന അവസരവും ഭാഗ്യവുമുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ ദൈവാധീനമില്ലെങ്കിലോ ജസ്റ്റ് നമുക്ക് മിസ്സിങ് വരും. ഈ ദൈവാധീനമില്ലാത്ത ആളായിക്കൂടെ ഒന്നാമത്തെ സമ്മാനത്തിൻ്റെ തൊട്ട് മുമ്പിലും പിന്നിലുമുള്ള നമ്പറുകാർ? കാരണം അവർ ലിസ്റ്റിൽ പോലും ഇല്ല. ഭാഗ്യശാലികളുടെ തൊട്ട് അയൽവക്കത്ത് പോലും ഇവർക്ക് ഇരിക്കാനുള്ള അവസരങ്ങളില്ല. പക്ഷേ തൊട്ടടുത്ത നമ്പറാണ്. ഒരു ഓട്ട മത്സരത്തിലാണെങ്കിൽ അവർക്ക് അന്ന് റണ്ണറപ്പ് സമ്മാനം കൊടുക്കേണ്ടത്. ഒന്നാം സമ്മാനം ഒരു നമ്പർ, അടുത്ത നമ്പറുകാരൻ ഓടിയെത്തിയ ആൾക്ക് രണ്ടാമത്തെ സമ്മാനം. പക്ഷേ ഇതത് ലഭിക്കുന്നില്ല. നേരെ വ്യത്യസ്തമായ തലത്തിലാണ് പോകുന്നത്. ഇവിടെയും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗ്യം, ഇപ്പോൾ നമ്മളൊരു സാധാരണഗതിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഞാൻ പൊതുവേ എല്ലാ വിഷയങ്ങളും ഈ ഭാഗ്യയോഗത്തെ ദൈവാധീന രാശികളൊക്കെയുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പറയും, ഇത് എല്ലാവരോടും പറയുന്നതല്ലേ, കുടുംബ ദേവത, പരദേവത, പൂർവികന്മാരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്, ദൈവാധീനം എന്നൊക്കെ പറയാറുള്ളതല്ലേ, ഇത് സ്ഥിരം പല്ലവിയല്ലേ എന്ന് പല ആൾക്കാരും അനുഭവത്തിൽ പങ്കുവെക്കാറുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു മറുപടി എന്നുള്ള തക്കവണ്ണം എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ ദൈവാധീന രാശിയിലെ ഫലരാശിയിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 3 ആളും തുല്യ യോഗ്യതയുള്ളവരാണ്, തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഇവരുള്ളവരാണ്, എല്ലാം കൊണ്ടും തികഞ്ഞവരാണ് അവർ എന്ന് വിചാരിക്കാം. കമ്പനിക്ക് ഒരാളെ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ കമ്പനി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി 2 ആളെയും അവർ നിരസിക്കുന്ന അവസ്ഥ വരും. പക്ഷെ അവരോട് പറയും, അടുത്ത തവണ നിങ്ങൾക്ക് ശ്രമിക്കാം, നെക്സ്റ്റ് ടൈം എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പിരിയും. പക്ഷെ ആ അവരുടെ 3 ആൾക്കാർ തമ്മിലുള്ള സംഭാഷണം ഒന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കിട്ടിയ ആൾ പറയും ലക്കിലാണ് കിട്ടിയത് എന്ന് പറയും, മറ്റവർ 2 ആളും പറയും ബാഡ് ലക്ക് എന്നും പറയും. അതായത് അവരുടെ അയോഗ്യതയല്ല അവിടെ വിഷയമായിരിക്കുന്നത്. സത്യത്തിൽ അവർ 3 ആളും യോഗ്യരാണ്, വിദ്യാഭ്യാസം കൊണ്ടും എല്ലാ യോഗ്യത കൊണ്ടും 3 ആളും യോഗ്യരാണ്. പക്ഷെ അവരെ ഫലം ലഭിച്ചത് ഒരാൾക്ക് മാത്രം. അപ്പോൾ ഒരാൾക്ക് ഭാഗ്യം, അവർക്ക് 2 ആൾക്കും ഭാഗ്യമുള്ളതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത്.
രണ്ടാൾക്കും യോഗ്യത പഠിക്കാനും കഴിവൊക്കെ ഉള്ളതുകൊണ്ടാണ് ഭാഗ്യയോഗം ഉള്ളതുകൊണ്ടാണ് അവർ ആ വിദ്യാഭ്യാസ യോഗ്യത കരസ്ഥമാക്കിയത്, അവിടെ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തത്. പക്ഷെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂക്കകത്തുനിന്ന് പൂർണ്ണമായല്ല ഫലസിദ്ധി ലഭിച്ചത് ഒരാൾക്കാണ്. അപ്പോൾ നമ്മൾ അവിടെയല്ലേ ദൈവാധീനം എന്ന് പറയാറ്. അവർ പറയാറുണ്ട് ദൈവാധീനം കൊണ്ട് കിട്ടി, മറ്റവർ പറയും അയ്യോ ദൈവാധീനക്കേട് കൊണ്ട് കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള യോഗ്യതകളെല്ലാം നമ്മൾ മാറ്റി നിർത്തിയാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് യോഗ്യത നിർണയം പോലും, അവസര നിർണയം പോലും, ഭാഗ്യനിർണയം പോലും ഈ ദൈവാധീനവും ഇത്തരത്തിലുള്ള സുഹൃതങ്ങൾക്കും പ്രസക്തി പോകുന്നത് എന്നുള്ളതാണ് ഈ 3 വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജ്യോതിഷത്തിനകത്ത് ചിന്തിക്കാനുള്ളത്. ഈ ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുൻപിട്ട പോസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പിതൃദോഷങ്ങൾക്ക്. ശരിക്കും പിതൃദോഷങ്ങളായാലും പരദേവത മൗഢ്യമായാലും അതുപോലെ തന്നെ ഗുരുകാരണവന്മാരെ മൗഢ്യങ്ങളായാലെല്ലാം ഇതൊക്കെ നമ്മളെ കർമ്മബലത്തിലാണ് ചെന്ന് കലാശിക്കുക. ഒരാൾ വിദ്യ അഭ്യസിച്ചു, ആ വിദ്യ അഭ്യസിച്ച ആളെടുക്കിൽ നിന്ന് പൂർണ്ണമായ സമ്മതത്തോടെ തൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ അഭ്യസിച്ച് ശീലിച്ചിട്ട് അത് വേറൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ അതിന് പൂർണ്ണമായ ഫലസിദ്ധി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെ ആ പൂർണ്ണത വരുത്തിയെടുക്കാൻ നമ്മളാൽ കഴിയുന്നത്. നമ്മൾ പൊതുവേ സാധാരണ ഈ ക്രിയാ പദ്ധതിയിൽ പറയാറുണ്ട് മന്ത്രഹീനം, ക്രിയാഹീനം, ഭക്തിഹീനം. മന്ത്രം കൊണ്ടും ക്രിയ കൊണ്ടും ഭക്തി കൊണ്ടും വല്ല പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പിഴവുകൾ മുഴുവൻ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പൊതുവെ നമ്മൾ സാധിക്കാറ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ദൈവാധീന രാശി, ഭാഗ്യരാശി, ദൈവാധീന യോഗം, ഭാഗ്യയോഗം, ഭാഗ്യം, ഇതെല്ലാം പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ഫലസിദ്ധിയിലേക്ക് എന്ന് പറഞ്ഞാൽ. ഈ ഗ്രഹങ്ങൾക്ക് ഉണ്ട്. ഈ ഗ്രഹങ്ങളുടെയൊക്കെ സംയോഗം കൊണ്ടും സംഗ്രഹം കൊണ്ടും ദൃഷ്ടി കൊണ്ടും പാപം കൊണ്ടും മൗഢ്യം കൊണ്ടും ഒക്കെ നമ്മൾ ഈ ഭാഗ്യത്തിൻ്റെ, ഗുണത്തിൻ്റെ, ദോഷത്തിൻ്റെ രൗദ്രത, ഗുണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ആ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ജനറലായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള രാശിക്കാർക്കാണ് ഇത്തരം ഫലങ്ങൾ വന്നു ഭവിക്കുന്നു എന്ന് പറയും. പക്ഷേ ആ രാശിക്കകത്തുള്ള ഓരോരോ നക്ഷത്രക്കാർക്കും അവരുടെ ജനിച്ച സമയങ്ങളും അവർ ജനിച്ചിരിക്കുന്ന ദിവസത്തിൻ്റെയും വർഷത്തിൻ്റെയും ആ ഗ്രഹങ്ങളുടെ ചലനം കൂടി കണക്കൂട്ടിയാൽ മാത്രമേ പൂർണ്ണമായ ഫലസിദ്ധി ലഭിക്കാൻ സാധിക്കൂ. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ സാധാരണ മൊബൈൽ നമ്പർ കാണാറില്ല. മൊബൈൽ നമ്പറിൽ നമ്മളുടെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ 10 അക്ക മൊബൈൽ നമ്പറാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഈ 10 അക്കത്തിനകത്ത് ആദ്യത്തെ 9 അക്കവും നമ്മളതല്ല. 10ാമത്തെ അക്കം എന്ന് പറയുന്നത് അതിൽ 9 അക്കവും നമ്മളതല്ല, ഒരക്കം മാത്രമേ നമ്മളതുള്ളൂ. അതായത് ഉദാഹരണത്തിന് ഇപ്പം 560 61 ആണെങ്കിൽ 560 വരെ ഒരാളുണ്ട്, 561 നമ്മൾ, 560-ലെ 1 നമ്മൾ. അപ്പോൾ ഒന്നാലും നമ്മൾ ബാക്കിയുള്ളതെല്ലാം കൊണ്ട് പേറി നടക്കണം. ഒരാളോട് എൻ്റെ നമ്പർ 560 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയാൻ പറ്റില്ല. വേറൊരാളോട് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ബാക്കിയുള്ളതെല്ലാം സംയോജിച്ചാലേ അവസാനത്തെ ആ സംഖ്യ നമ്മളതാകുന്നുള്ളൂ. നമ്മളത് എന്ന് പറയുന്ന ആ ഒരു സംഖ്യക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള 9 സംഖ്യയും നമ്മൾ എടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നു. അതുപോലെയാണ് ഓരോരോ ഗ്രഹത്തിൻ്റെ ബലങ്ങളും കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളിലും എത്തും. പക്ഷെ നമ്മളെ പർട്ടിക്കുലർ സമയത്തിനനുസരിച്ചിട്ടുള്ളതായ ഫലസിദ്ധി അറിയണമെങ്കിൽ ബാക്കിയുള്ള യോഗങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയാലേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട്, തിരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മളെക്കാളും വിവരവും അറിവും പരിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾ തിരുത്താനും ശ്രമിക്കാറുണ്ട്. അപ്പോഴും ഞാൻ ആ രീതിയിൽ മാത്രമേ കാണാറുള്ളൂ. കാരണം ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സംവിധാനം ഗണിച്ച് വരുന്ന, കാലാനുചിതമായിട്ട് വരുന്ന, ഇതിനനുസരിച്ചിട്ട് വരുന്ന പാഠ്യപദ്ധതി പ്രമാണസഹിതം അതിൻ്റെതായ ഓരോ ശാസ്ത്ര സംവിധാനത്തിലൂടെ പഠിച്ചു വന്നതിന് ശേഷവും ഒരു വ്യക്തിയുടെ അനുഭവയോഗങ്ങളെ ഗണിച്ചെടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ കൃത്യമായ സമയവും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. പ്രമാണം എന്ന് പറയുന്നത് ഒരു ബോർഡായിട്ട് കണക്കാക്കിയ, ഇവിടെ അപകട മേഖലയാണ് എന്നുള്ളത് പ്രമാണം. അപകടം ഉണ്ടാകണമെന്ന് പ്രമാണത്തിന് പറയാൻ സാധിക്കില്ല, അപകടം ഉണ്ടാക്കാനും ആ ബോർഡിന് സാധിക്കില്ല, അല്ലേ? ഒരു ഇൻറ്റിമേഷൻ,
ആ ഇൻറ്റിമേഷനാണ് പ്രമാണങ്ങൾ, ഡോക്യുമെൻറ്റേഷനായിട്ട് നോക്കാം. നേരെ മറിച്ചിട്ട് ഇല്ലാത്തൊരു സ്ഥലത്തും അറിയാത്തൊരു സ്ഥലത്തും ഉണ്ടാകുന്ന അപകടങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മാത്രം അവസ്ഥ മനസ്സിലാക്കിയാലല്ലേ സാധിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഓരോരോ പോസ്റ്റ് കഴിയുമ്പോഴും നമ്മൾ പറയാറുള്ളത്, കൃത്യമായ രീതിയിൽ അവരവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് അവരവരുടെ പരിസരത്തുള്ള അറിവിനും പരിജ്ഞാനമുള്ള വ്യക്തതയും ബോധ്യതയുള്ള ജ്യോതിഷ വിദ്വാൻമാരെ, പരിശീലകരെ കണ്ട് മനസ്സിലാക്കി അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ജ്യോതിഷ അപ്ഡേഷൻസുകൾ കൃത്യതയോടുകൂടി വരുത്തിയെടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ അപ്ഡേഷൻ ചെയ്യാറുണ്ട്, ജ്യോതിഷവും അപ്ഡേഷൻ ചെയ്യണം. കാരണം ഓരോരോ ദിവസങ്ങളിലും ഓരോരോ ആഴ്ചകളിലും മാസങ്ങളിലും ഓരോരോ ഗ്രഹത്തിൻ്റെ മാറ്റചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റം സംഭവിക്കുന്ന ചലനങ്ങൾ നമ്മളിലുള്ള ഓരോ വ്യക്തിയെയും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഓരോരോ ചലനങ്ങളെയും സസൂക്ഷ്മം നമ്മളും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ലോകത്തിലുള്ള ഓരോരോ ജ്യോതിഷ വിശ്വാസികളിലേക്കും എത്തിക്കാനുള്ള ശ്രമം തുടരുമെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. നന്ദി, നമസ്കാരം.